ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാവ് എ ലുക്ക്. ഇന്ന് ചക്കക്കുരുവും മുരിങ്ങയിലയും കൊണ്ടൊരു തോരനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കുറച്ച് ചക്കക്കുരു ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. ഒന്നുകിൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ആ ചക്കക്കുരുവിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് അടുപ്പിച്ചത്. ചില ചക്കക്കുരുവിന് വേവ് കുറവായിരിക്കും, അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതിയായിരിക്കും. നമ്മൾ പാത്രത്തിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാം. അപ്പോൾ അതാണ് കുക്കറിൽ വയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം. ഇനി മുരിങ്ങയില ഇതുപോലെ ഇറുത്തെടുത്ത് കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട തേങ്ങയാണ്. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 സ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഇത്രയും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരയ്ക്കണ്ട. നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒന്ന് ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഇടിക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടുമ്പോഴത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. കുറച്ച് പൂവും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു 1/4 വേവ് ആകുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് മുരിങ്ങയിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിൽ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊതിഞ്ഞ് ഇതുപോലെ വയ്ക്കാം. ഇനി ഒരു 3-4 വെളുത്തുള്ളി ചതച്ച കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ തോരൻ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ചക്കക്കുരുവൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.